പത്മ, താനൊന്നും മാട്രിമോണി ഓഫീസിൽ പോകുന്നുണ്ടല്ലോ. അല്ല, എന്താ ഉദ്ദേശം? എന്നും കാണാറുണ്ടോ? ആ, എന്നും കാണാറുണ്ട്. എങ്കിൽ പിന്നെ മാട്രിമോണിയുടെ ഓഫീസിൽ പറഞ്ഞിട്ട് അവിടെ ഒരു സെക്യൂരിറ്റി ആയിട്ട് നിന്നൂടെ? അപ്പൊ രണ്ടു കൂട്ടർക്കും ഗുണമുണ്ട്. തനിക്ക് വരുന്നവരെയും അവിടുന്ന് പോകുന്നവരെയും വാച്ച് ചെയ്യാം. അവിടെ ഒരു സെക്യൂരിറ്റി ആവും. അതിനെനിക്ക് എല്ലാവരെയും കാണേണ്ട കാര്യമില്ലല്ലോ. തന്നെ മാത്രല്ലേ കാണണ്ടോ? ഹേയ് പത്മ, എടോ, ഞാൻ എത്ര കാലമായി പറയുന്നു തന്നെ എനിക്ക് ഇഷ്ടാന്ന്. താൻ എന്താ അതിനൊരു മറുപടി പറയാത്തെ? മറുപടി പറയാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യം എന്നോട് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളെ എനിക്ക് ഇഷ്ടമല്ലാന്ന്. മറന്നുപോയോ? എന്നെ ഇഷ്ടമല്ല എന്നുള്ള മറുപടി എനിക്ക് താല്പര്യമില്ല. ഇഷ്ടമുണ്ടെന്ന് എനിക്ക് കേൾക്കേണ്ടത്. എടോ, ഈ പ്രേമിക്കാൻ നടക്കുന്നതിന് മുൻപേ അറ്റ്ലീസ്റ്റ് ഒരാളുടെ ഐഡന്റിറ്റിയെ ബഹുമാനിക്കാൻ പഠിക്കണം, അംഗീകരിക്കാൻ പഠിക്കണം. തനിക്ക് ഈ ഭൂമിയിൽ കാണുന്ന ആര് വേണമെങ്കിലും ഇഷ്ടപ്പെടാൻ അവകാശമുണ്ട്. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ താൻ കാണുന്നവർക്കും അവരുടേതായ ചിന്തകൾ കാണില്ലേ? ശരി, എങ്കിൽ പറ, തന്റെ മനസ്സിലുള്ള പുരുഷന്റെ കോൺസെപ്റ്റ് എന്താ? അത് തന്നോട് പറയേണ്ട കാര്യമില്ല. നോക്ക് കാർത്തിക്, നമ്മൾ അയൽവാസികളാണ്. തന്റെ അമ്മയോട് എനിക്ക് അല്പം ബഹുമാനമുള്ളതുകൊണ്ടാണ് താൻ എന്നെ ശല്യപ്പെടുത്തിയിട്ടും ഞാൻ പരാതി പറയാതിരുന്നത്. പക്ഷെ ഇനി എന്നെ ശല്യപ്പെടുത്തിയ എനിക്ക് കംപ്ലൈന്റ് ചെയ്യേണ്ടി വരും. അതിനെന്താടോ, താൻ കംപ്ലൈന്റ് ചെയ്തോ? ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളെ ശല്യപ്പെടുത്തിയെന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് കൊടുത്താലേ പോലീസുകാരെ കൊണ്ടുപോയി നല്ല ഇട്ടിടിക്കും. പക്ഷെ ഞാനതങ്ങ് സഹിക്കും. തന്നെ സ്നേഹിച്ചതിന്റെ പേരിൽ കിട്ടുന്നതല്ലേ. അല്ല, തനിക്കൊരു നാണമില്ലേ? തന്റെ കാര്യത്തിലാണെങ്കിൽ എടോ, എനിക്ക് ജീവിതത്തിൽ ഒരു പെണ്ണ് വരുന്നുണ്ടെങ്കിൽ അത് താനായിരിക്കും ഞാൻ ഫിക്സ് ചെയ്തത്. അതിലൊരു ചേഞ്ചും ഇനി വരാൻ പോകുന്നില്ല. ആ പിന്നെ, ഞാൻ അമ്മയോട് കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അധികം വൈകാതെ ഞാനും അമ്മയും കൂടെ അങ്ങോട്ട് വരും. എന്തിനാണെന്നറിയോ? ഔദ്യോഗികമായി നമ്മുടെ കാര്യങ്ങൾ വീട്ടുകാർ തമ്മിൽ സംസാരിക്കാൻ. കാർത്തിക് പ്ലീസ്, നാണം കെടാൻ നിനക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അമ്മയുടെ കാര്യം അങ്ങനെയല്ലല്ലോ. പറയാനുള്ളത് രണ്ട് വീട്ടുകാരുടെ മുന്നിൽ വെച്ച് താൻ പറയും. ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം.